ഹേയ് ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവരും ഈദൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈദ് മേക്കപ്പ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ആഡിയലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ യു എയിൽ വന്നിട്ട് യൂസ് ആക്കി തുടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ഒരു 2 മന്ത്സോളം ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് ഓയിലിയാണ്, അപ്പോൾ എനിക്ക് അതിനെന്തായാലും സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ ഇത്. അടിപൊളി സ്മെല്ലാണ്. ഇതിൻ്റെ പപ്പായാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ആഡിയലാണ് കേട്ടോ. സോ അത് ഞാൻ ഫേസിൽ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇപ്പോൾ യു എയിൽ നല്ല പോലെ ചൂട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത്. റൈസ് വാട്ടർ ആൻഡ് നിയസമൈഡിൻ്റെ 2% ഹൈബ്രിഡ് സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത്. SPF വരുന്നത് 50 PA++++ ആണ് വരുന്നത് കേട്ടോ. 3x ടാൻ റിഡക്ഷനാണ്. അതുപോലെ തന്നെ 4 hours വാട്ടർ റെസിസ്റ്റൻസും കൂടിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത്. ഞാനിപ്പോൾ കുറേ ആയിട്ടോ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻവൈബയുടെ 3-in-1 ഫൗണ്ടേഷനാണ് കേട്ടോ. 3-in-1 പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ ആൻഡ് സെറം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറം യൂസ് ചെയ്യേണ്ടതോ അതുപോലെ തന്നെ പ്രൈമറൊന്നും യൂസ് ചെയ്യേണ്ട, എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് വാം ഹണി 14 ആണ് കേട്ടോ. എൻ്റെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫൗണ്ടേഷനും കൂടിയാണ്. ആൻഡ് ഇതെൻ്റെ പുതിയ മിററാണ് കേട്ടോ. നമ്മുടെ ലൈറ്റ് വരുന്ന മിററാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു മിററാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് തിങ് ആണിപ്പോൾ അത്. അടിപൊളിയാണ്. നമുക്ക് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നൈസാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ ഐലിയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഡാസ്ലറിൻ്റെ ഐലിയറാണ്, വാട്ടർ പ്രൂഫാണ്. ആൻഡ് നെക്സ്റ്റ് വൺ മസ്കാരയാണ്. അതും ഡാസ്ലറിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടിപൊളി തന്നെയാണ് കേട്ടോ അതും. നല്ലപോലെ നമുക്ക് ഈ എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ലാഷസൊക്കെ. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് പിക്സിയുടെ ബ്ലഷ്. ഇത് എൻ്റെ ബർത്ത്ഡേ ബൊക്കയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് നമുക്ക് ഓപ്പൺ ആക്കാനൊക്കെ കുറച്ച് ഇതായിരുന്നു. എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയാണിത്. എന്താ പറയുക, എന്തായാലും വേർത്തായിട്ടുള്ളൊരു ബ്ലഷ് തന്നെയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അത്യാവശ്യം നല്ലപോലെ നമുക്ക് ഗ്ലോ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വണ് ഞാൻ എടുത്തിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിപ് ക്രയോൺ ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗേൾ പവർ 10 ആണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ 3ാമത്തെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാനിത്. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. കണ്ടില്ലേ, അത് നമ്മുടെ ലിപ്പും ഇടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക സെറ്റ് സാധനം എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ. എനിക്ക് നല്ല പോലെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബട്ടർ ബാമാണ് കേട്ടോ. എന്താ ബട്ടറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ആണ് കേട്ടോ ഞാൻ സ്ക്വീസ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ സെറ്റായി നമ്മുടെ ആ ഒരു ലിപ് കോംബോ സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഹെയർ ആക്സസറി ആയിട്ട് ഞാൻ ഈ ഒരു ബോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാനങ്ങനെ മുടി അങ്ങനെ അയച്ചിടലില്ല. ഈ ഒരു ബോ എൻ്റെ ബർത്ത്ഡേ ബൊക്കയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭംഗിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് വാച്ച്. ഈ വാച്ച് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും സൂട്ടായി പോകുന്നൊരു വാച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എന്താ പറയുക മോസ്റ്റ് ഫേവറേറ്റ് തിങ്ങാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഒരു ബാങ്കിളാണ് കേട്ടോ.
ഡയമണ്ടിൻ്റെ ബാങ്കിളാണ്. അതും ഈ ഒരു വാച്ചിൻ്റെ കൂടെ നല്ലൊരു മാച്ചായിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുള്ള ബാങ്കിളാണ് കേട്ടോ. സോ എന്താ പറയുക, കണ്ടോ നല്ല രസമല്ലേ കാണാൻ. ആൻഡ് ഇത് എൻ്റെ ബൊക്കയിലുണ്ടായിരുന്ന റിംഗ് സെറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു റിങ്. ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിങ്ങാണ് കേട്ടോ. ആൻഡ് പിന്നെ അതിൽ തന്നെയുള്ള ഒരു റിങ് തന്നെയാണ് കേട്ടോ. അതും അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നല്ല രസമുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പാകിസ്ഥാനിയാണ് വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ. ദിർഹം ഗോൾഡ്, വല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പ്രേ ഒന്നല്ല, നമ്മൾ നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു, അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഊതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ തലവേദനിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു സ്പ്രേ നൈസാണ് കേട്ടോ, അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്, പാകിസ്ഥാനിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, ലവ് യു ആൻഡ് ബൈ, സീ യു ദ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ബൈ.